കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം അതിൻ്റെ 23ാമത് വാർഷികവും ഓണാഘോഷവുമൊക്കെയായി ഈ വർഷം കൊണ്ടാടുകയാണ്. 2002 ശ്രീ തൊള്ളാർകുഴി ശങ്കരൻ സാറിൻ്റെയും മയ്യനാട് കേശവൻ നമ്പൂതിരിയുടെയും മനസ്സിലുദിച്ച ഒരാശയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ് കലാമണ്ഡലം. സമുചിതമായ ഓണാഘോഷത്തിൻ്റെ പരിപാടികളാണ് ഇന്ന്. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഭാരവാഹികളും എല്ലാം ചേർന്ന് സകുടുംബം ഇതാഘോഷിക്കുന്നു. വിശ്വോത്തര കലയായ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ്റെ നാമധേയത്തിൽ 2002 ജനുവരിയിൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഭദ്രദീപ പ്രോജ്വലനം നടത്തി ആരംഭിച്ച ഒരു കലാ സാംസ്കാരിക കേന്ദ്രമാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം. ഇവിടെ എല്ലാ ഈവൻസും ഓരോ വർഷവും ആഘോഷിക്കാറുണ്ട്. ന്യൂ ഇയർ, പുതുവത്സര ആഘോഷം, ക്രിസ്മസ്, റംസാൻ, ഇത്തവണ അതുപോലെ തന്നെ ഓണം. ഇത്തവണ ഓണവും നബിദിനവും രണ്ടും സംയുക്തമായിട്ട് ഇന്ന് ഈ കഥകളി കലാമണ്ഡലത്തിൽ ആഘോഷിക്കുകയാണ്. 200-300 കുട്ടികൾ പഠിക്കുന്ന വിവിധ കഥകളി ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അഭ്യസിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് കഥകളി കലാമണ്ഡലം. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണാഘോഷ പരിപാടി ഈ കൊല്ലം പൂർവാധികം ഭംഗിയായി തന്നെ നടത്താനാണ് ഇവിടുത്തെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഭരണസമിതി അംഗങ്ങളും എല്ലാം തീരുമാനിച്ചിരിക്കുന്നതിന് വളരെ കൂട്ടായ്മയോടുകൂടി നടത്തി വരുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംഘാടകരും എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചൊന്നായി ഒറ്റ മെയ്യായി ഒറ്റ ശരീരമായി നടത്തുന്ന ഒറ്റ മനസ്സായി നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ 2024 ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഇതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. രക്ഷകർത്താക്കളും ഒന്നടങ്കം സമുചിതമായി ജാതിമതഭേദമെന്നേ കഴിഞ്ഞ 23 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രയത്നിക്കുന്നുണ്ട്. രക്ഷകർത്താക്കളും കുട്ടികളും വിവിധ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയും വിവിധ മത്സരങ്ങളിലൂടെ ഏകദേശം ഈ 23 വർഷം കൊണ്ട് ഏകദേശം 5000-ഓളം കുട്ടികൾക്ക് ഈ കേന്ദ്രം പഠനവും പ്രോത്സാഹനവും നൽകി ഇത് വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കഥകളി കലാമണ്ഡലത്തിൻ്റെ ഓണാഘോഷവും നബിദിനാഘോഷവും അതിൽ പങ്കെടുക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട്. മേൽക്കുമേൽ ഇനിയും നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടാൻ ഇടയാകട്ടെ എന്ന് മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഓണാഘോഷം നടത്തി വരുന്നുണ്ട്. ഇക്കുറിയും ഓണവും അതുപോലെ തന്നെ നബിദിനവും എല്ലാം കൂടി ഞങ്ങൾ ഇന്ന് സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. ഇവിടുത്തെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒക്കെ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഓണമെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വികാരമാണ്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതി വൈസക. ഓണം നബിദിന സംയുക്ത ആഘോഷം
അതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ശ്രീ പി ഹരികുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിപുലമായ ഓണാഘോഷ പരിപാടികളൊക്കെ കുറച്ചു വെച്ചിരുന്നു. ഇതിലും ഇതുവരെയുള്ള സംഘടനകളും വ്യക്തികളൊക്കെ ഓണാഘോഷം ചെറിയ തോതിലെങ്കിലും ആഘോഷിക്കുന്നുണ്ടായി. വയനാട് നിന്ന് എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ അതിദാരുണമായ പ്രകൃതിക്ഷോഭത്തിന് ഇരയായി. 2002 കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ കൊട്ടാരക്കര തമ്പുരാന്റെ നാമധേയത്തിൽ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള അവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ഒരു സംഘടനയാണ്. ഓണത്തെ കുറിച്ച് പറയുമ്പോഴും മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെന്നും ചരിത്രാതീത കാലഘട്ടം മുതൽ തന്നെ ഉത്സവപ്രിയനാണ്. ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം മറന്നുകൊണ്ട് കുറച്ചു നേരത്തേക്കെങ്കിലും ആശ്വസിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമുള്ള ഒരു ഇടവേളയായിട്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ കടന്നെത്തുന്നത്. ഓണത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഉത്സവം എന്ന നിലയിൽ ഓണത്തിന് അതിൻ്റെതായ പ്രാധാന്യമാണുള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. AD 6-ാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിൽ ഓണം തുടങ്ങി വെച്ചത് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല, തിരുനാവായിൽ അരങ്ങേറിയിരുന്ന മാമാങ്കത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഓണാഘോഷം കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ളതെന്നൊരു വിഭാഗം പറയുന്നു. എന്തായാലും കേരളീയരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ സ്മരണകൾ പുതുക്കിയെത്തുന്ന ഓണം എന്ന നിലയ്ക്കാണ് നമ്മളെല്ലാവരും ഓണം സങ്കല്പത്തെ മനസ്സിലേക്ക് താലോലിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് പടുത്തുയർത്തിയ ഒരു ഇസ്ലാം മതമാണ് ഇസ്ലാം മതം. നബി തിരുമേനി സഹിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ്. നേരിട്ട് പോയി കാണുകയും മക്കയിലൊക്കെ സന്ദർശിക്കാനും അവരുടെ സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. ഈ ചരിത്രങ്ങൾ പറഞ്ഞ് ഇന്ന് ഈ അത്താഴ സദ്യ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഈ വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അത് ചുരുക്കിക്കൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്ക് ഒരു ഗംഭീര വിജയം നേർന്നുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് കേരളത്തിലല്ല ഈ ഓണാഘോഷം. TV തുറന്നാൽ ഗൾഫ് നാടുകൾ, അമേരിക്ക, ലണ്ടൻ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കേരളത്തിനേക്കാളും വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് നടന്നു വരുന്നത്. ഓണാഘോഷവും നബിദിനാഘോഷവും ഒന്നിച്ച് ഒരേ വേദിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കാൻ ഇന്ന് തുടക്കം കുറിക്കുക. ഇവിടെ നിങ്ങളെല്ലാം ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരുടെ പ്രസംഗം കേൾക്കാനൊന്നുമില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അതുകൊണ്ട് അതിനൊട്ട് മുതിരുന്നു. നിങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വേണുമാസ്റ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോഴേ എല്ലാ വർഷവും സത്യം പറഞ്ഞാൽ വേണുമാസ്റ്ററിൻ്റെ കഥകളി കലാമണ്ഡലത്തിന് എന്തൊരു ഓണം എന്നുള്ളതാണ്. കാര്യം വരുമ്പോഴേ നമ്മളെ സ്വീകരിക്കാൻ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ച് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു ജോലി പോലെയാണ് അദ്ദേഹം ഏറ്റെടുത്ത് ഇപ്പോഴും അദ്ദേഹം അരങ്ങത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടത്താൻ. അപ്പം നമ്മൾ സമയം എടുത്ത് അതിക്രമിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നിങ്ങൾ കൊച്ചു കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും എല്ലാവരുമായിട്ട് തിരുവോണത്തെ വരവേൽക്കാനും നബിദിനത്തെ ആഘോഷിക്കാനുമായിട്ട് ചെയ്യുന്ന കലാപരിപാടികൾ നമ്മൾ എല്ലാവരും ചേർന്ന് ആസ്വദിച്ച്
അവരെ പ്രോത്സാഹിപ്പിക്കാം. ഇനിയും ധാരാളം ഓണവും നബിദിനങ്ങളും ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. പാരന്റ് റിപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ പറയാനുള്ളത്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് വയലിൻ. ഈ ഒരു കഥകളി കലാമണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണിത്. ആ ഒരു പേര് സാർ പറഞ്ഞതുപോലെ ഒരു കലാകാരൻ ഒരിക്കലും ഒരു ക്രൈമിലേക്ക് പോകത്തില്ല. സാർ അത് സാറിൻ്റെ സ്പീച്ചിൽ പറഞ്ഞു. ഞാനത് അഗ്രി ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു ആർട്ട് ഫോംസ് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരുപാട് ആർട്ട് ഫോംസ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇത്രയും ആർട്ട് ഫോംസ് ഒന്നിച്ച് അണ്ടർ വൺ റൂഫ് പഠിപ്പിക്കുന്നില്ല. സോ അത്രയും എഫേർട്ട് ഇട്ട് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഇവിടുത്തെ എല്ലാ അതോറിറ്റീസും അതിനെ ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ കുട്ടികളെ എല്ലാം അത്രയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകത മനുഷ്യ മനസ്സുകൾക്ക് പുതിയ ഊർജം, പുതിയ ആർജവം, പുതിയ ധൈര്യം തന്ന് നമ്മളെ നയിക്കുവാനാണ് ആഘോഷങ്ങളുള്ളത്. കലാമണ്ഡലവും സമുചിതമായി ഈ ആഘോഷം എന്ന് കൊണ്ടാടുകയാണ്. ഓണാഘോഷം പരിപാടികൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എല്ലാ വർഷത്തെയും പോലെ വേണുമാഷും ചെണ്ട വിഭാഗം വിദ്യാർത്ഥികളും ഇന്നലെ തന്നെ വൈകുന്നേരം എത്തി ഇന്നത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അവർ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളത് പോലെ പൂക്കളം ഒരുക്കി അതിനുശേഷം ചെണ്ട വിഭാഗത്തിലെ മറ്റ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ആ ഒരു ചെണ്ടമേള നിങ്ങൾ കേട്ടു. ഇനിയും അടുത്ത പരിപാടികൾ വളരെ മനോഹരമായി അവതരിപ്പിക്കാനായി ചെണ്ട വിഭാഗത്തിലെ കുട്ടികളും അധ്യാപകരും റെഡിയായി കഴിഞ്ഞു. ചെണ്ട വിഭാഗം മാത്രമല്ല, ബാക്കി എല്ലാ വിഭാഗത്തിലെയും കുട്ടികളും അധ്യാപകരും അതിന് റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ കണ്ട മഹാബലിയൊന്നും ആയിരിക്കത്തില്ല. കഥയും ചിലപ്പം സാമ്യം കാണും. കൊച്ചു കുട്ടികളാണ്, അവർക്ക് ഡയലോഗ് അവർ പറയുന്നില്ല. എങ്കിലും എന്തെങ്കിലും ആക്ഷൻ കാണിക്കണമല്ലോ, അതിന് പറ്റുന്ന രീതിയിലുള്ള ചില ഡയലോഗൊക്കെയാണ് എഴുതി വെച്ചത്. അല്ലയോ മന്ത്രി പുങ്കവ, നമ്മുടെ പ്രജകളെല്ലാവരും വളരെ സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത്? അങ്ങയുടെ സത്യവും ധർമ്മവും നിലനിർത്തിയുള്ള ഭരണം കൊണ്ട് പ്രജകളെല്ലാം സന്തുഷ്ടരാണ് പ്രഭു. അല്ലയോ മന്ത്രി, കൊട്ടാരവാതിലിൽ ഒരു ബ്രാഹ്മണകുമാരൻ നിൽക്കുന്നല്ലോ, സഭയിൽ വന്നിരിക്കാൻ പറയൂ. അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങ് ആസനസ്ഥനായാലും. അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ. സ്ഥലം വേണം. മൂന്നടിയോ? ഒരു പ്രദേശം തന്നെ ഞാൻ തരാമല്ലോ. എനിക്ക് 3 അടി മാത്രം മതി. ഈ അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ, അളന്നെടുത്തോളൂ. അല്ലയോ മഹാരാജൻ, അരുത് അരുത്, ഇത് ബ്രാഹ്മണനല്ല, അസുരന്മാരുടെ ശത്രുവായ മഹാവിഷ്ണുവാണ്. അല്ലയോ മഹാബലി, 3ാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കും? അല്ലയോ ഭഗവാനെ, 3ാമത്തെ അടി അങ്ങയുടെ തൃപ്പാദങ്ങൾ എന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചാൽ. നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാൻ കാലം
ജയ